ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പോലെ മഴ പിടിച്ചു കഴിയുമ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ മുളക് ചെടിയെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു രോഗമെന്ന് പറയുന്നത് ഇലകളുടെ മുരടിപ്പാണ്. അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന പൂക്കൾ മുഴുവനും മഴയത്ത് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ, കായൊന്നും പിടിക്കാതിരിക്കുക, മുളക് നല്ല രീതിയിൽ ഉണ്ടാവാതിരിക്കുകയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ഇതിന് പറ്റുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള 2 ജൈവ വളങ്ങളെ കുറിച്ചിട്ട്, ജൈവ കീടനാശിനിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഓർത്തോളാം. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. തുടക്കക്കാരായിട്ടുള്ള കർഷകർക്കും മറ്റുള്ള എല്ലാവർക്കും, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില കൃഷികളിൽ ഒന്നാണ് നമ്മുടെ മുളക് കൃഷി. മുളക് പലതരത്തിലുള്ള മുളകുകളുണ്ട്. ചൂനിമുളക് മുതൽ ഉണ്ടമുളക്, എരി കൂടുതലുള്ള മുളക്, വറ്റൽ മുളക്, അങ്ങനെ പലതരത്തിലുള്ള മുളകുകളും നമ്മൾ കൃഷി ചെയ്യുന്നവരാണ്. ഏത് മുളക് കൃഷി ചെയ്യുമ്പോഴും ആ ഒരു മുളകിൽ നല്ല രീതിയിൽ കുരടിപ്പൊന്നുമില്ലാതെ, ഇലച്ചുരുട്ടലൊന്നുമില്ലാതെ, രോഗബാധകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്, ജൈവ കീടനാശിനി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പിടി സബോള എടുത്തിട്ട് ആ ഒരു പിടി സബോള ഒരു കപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെന്ത് പാത്രമാണോ ഉള്ളത്, ഇപ്പോൾ ഞാനിവിടെ ഇട്ട് വെക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ്, അതായാലും കുഴപ്പമില്ല. ഒരു പിടി സബോളയുടെ തൊലിയെടുത്ത് അതൊരു പാത്രത്തിലിട്ടിട്ട് അത് മുങ്ങിക്കടക്കത്തക്ക വിധത്തിൽ, ഇപ്പോൾ ഒരു പിടി ആവുമ്പോൾ ഒരു 1/2 ലിറ്റർ വെള്ളം അതിലോട്ട് നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ച് അതിനെ മുക്കിയിട്ട് 2 ദിവസം അതങ്ങനെ തന്നെ അടച്ചു വെക്കുക. 2 ദിവസത്തിന് ശേഷം അതെടുക്കുമ്പോൾ ഒരു പൊട്ട മണം ഉണ്ടായിരിക്കും. അങ്ങനത്തെ മണം പറ്റാത്തവരാണെങ്കിൽ, ആസിഡിറ്റി മണം ഉള്ളതാണ്, മണം പറ്റാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ദിവസം അടച്ചു വെച്ചാൽ മതിയാവും. 24 മണിക്കൂറിന് ശേഷം അത് തുറക്കാവുന്നതാണ്. തുറന്ന് അതിലെ ആ ഒരു സബോളയുടെ തൊലിയുടെ ആ ഒരു ചണ്ടി മുഴുവനും പിഴിഞ്ഞ് ആ നീര് മുഴുവൻ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചണ്ടി മാറ്റി ആ നീര് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അരിച്ചെടുത്ത ആ നീരിലേക്ക് 1/2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് അതിനെ 1 ലിറ്റർ വെള്ളം ആക്കിയതിന് ശേഷം നമ്മുടെ ചെടികളുടെ മുകളിലേക്ക് സ്പ്രേ ബോട്ടിൽ വഴി സ്പ്രേ ആയിട്ട് തളിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് തളിച്ച് കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളകിന് മാത്രമല്ല ഏത് പച്ചക്കറി വിളക്കാണെങ്കിലും ഉണ്ടാകുന്ന ഇലച്ചുരുട്ടൽ രോഗം മുതൽ കായ്ക്കുകയും പൂക്കുകയൊന്നും ചെയ്യാത്ത രോഗങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു സബോള വെള്ളം നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ പുതിയ തളിരിലകൾ അതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സബോളയുടെ തൊലി മാത്രം എന്നല്ല, നമ്മുടെ ഉള്ളിയുടെ തൊലിയൊക്കെ ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെളുത്തുള്ളി തൊലി അധികം ഇടാൻ പാടില്ല. ഇപ്പോൾ ഒരു പിടി എടുക്കുന്നുണ്ടെങ്കിൽ 2-3 തൊലി വെളുത്തുള്ളി വരുന്ന അന്നേരം കുഴപ്പമില്ല, അതിനും കൂടുതൽ ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മുളകുകൾക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള പൂ കൊഴിച്ചിലും കായ പൊഴിച്ചിലൊക്കെയാണ്. ഇങ്ങനെയുള്ള രോഗത്തിൽ നിന്ന് നമ്മുടെ മുളകുകളെ സംരക്ഷിക്കാനായിട്ട് നല്ല കട്ടിക്ക്, നല്ല ശക്തിയിൽ നമ്മുടെ പൂക്കളും കായകളും ഉണ്ടാവാനായിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മിശ്രിതം എന്ന് പറയുന്നത് 3-4 ദിവസം പുളിപ്പിച്ചിട്ടുള്ള 1 കപ്പ് കട്ട കഞ്ഞിവെള്ളം എടുക്കുക. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കഞ്ഞിവെള്ളം. നാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, പുറത്തുള്ളവർക്കാണെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത ഒന്ന് തന്നെയാണ് കഞ്ഞിവെള്ളം. പക്ഷേ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സംഭവം ചിലപ്പോൾ ഔട്ട് സൈഡ് താമസിക്കുന്നവർക്ക് കിട്ടാത്തതായിരിക്കും. അങ്ങനെയുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കടലാസ് കരിച്ചിട്ടുള്ളതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി ചാരമാണ്. അപ്പോൾ ഈ 3-4 ദിവസം പുളിപ്പിച്ചിട്ടുള്ള ഈ 1 കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് 1 പിടി ചാരം ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുക. ഈ 3 ദിവസത്തിന് പുളിപ്പിച്ച വെള്ളമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് അതിലേക്ക് എത്ര ആണോ, നമ്മളിപ്പോൾ 1/2 ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് ചെടിയുടെ കടക്കിൽ, അതായത് പച്ചമുളകാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലാണ് മുളക് നട്ടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കിൽ നിന്ന് 1 അടി നീക്കിയിട്ട് നമുക്കൊരു ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കഞ്ഞിവെള്ളം ചാരം ചേർത്തിട്ടുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ല, നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗിൻ്റെ ആ ഒരു ചെടിയുടെ ആ ഒരു അരു നീക്കുന്ന അറ്റം വരുന്ന ഗ്രോ ബാഗിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പൂക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പച്ചമുളക് കാക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഈ 2 ജൈവ മിശ്രിതങ്ങളും പച്ചമുളകിന് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാനും തളിച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.